ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം 18-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം, ആസ്ഥിതഃ സ ഹി യോക്താത്മാ മാമേവാനുത്തമാം ഗതിം. മലയാളം: ഭക്തരുത്കൃഷ്ടരെന്നാലും ജ്ഞാനി ആത്മാവണഞ്ഞിടും, യുക്തനാം അവനിന്നെന്നെ ഉത്തമം ലക്ഷ്യമാക്കുവോൻ. ഏതേഹേ സർവേ, ഇവരെല്ലാവരും, ഉദാരാഹ ഏവ, ഉദാരന്മാർ തന്നെയാണ്, തു, പക്ഷേ, ജ്ഞാനി, ജ്ഞാനി, ആത്മാ ഏവ, എന്നെപ്പോലെ തന്നെ എന്നാണ്, ഞാൻ തന്നെയാണ്, മേ, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം, മേ മതം, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം, ഹി, എന്തെന്നാൽ, സഹ, അവൻ, യുക്താത്മാ, ഭക്തിയോഗനിഷ്ഠനായിട്ട്, അനുത്തമാം, സർവോത്തമമായ, ഗതിം, ഗതിയിലേക്ക് എത്തിയിരിക്കുന്നു, മാം ഏവ, എന്നെ തന്നെ, അസ്ഥിതഃ, ആശ്രയിച്ചിരിക്കുന്നു. 16-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ആർത്തന്മാർ, ജിജ്ഞാസുക്കൾ, അർത്ഥാർത്ഥികൾ, ജ്ഞാനികൾ, ഇങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 17-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ജ്ഞാനികളാണ്, അല്ലെങ്കിൽ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അപ്പം ചെറിയൊരു സംശയം, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ 3 പേരോ, ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊന്നും ഭഗവാനും ഇഷ്ടമുള്ളവരല്ലേ? ഭഗവാൻ പക്ഷഭേദം കാണിക്കുകയാണോ എന്നൊരു സംശയം. അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഭഗവാനെ ഭജിക്കുന്നത്. ഭജിക്കുന്നു എന്നതുകൊണ്ട് അവർ ധന്യന്മാർ തന്നെ, അവരെല്ലാവരും ഉത്കൃഷ്ടരാണ്. കാരണം ഭഗവാനെ ഭജിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവർ ഉത്കൃഷ്ടർ തന്നെയാണ്. പക്ഷേ തങ്ങളുടെ ഒരു ദുഃഖനിവൃത്തിക്കായിട്ടോ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിനായിട്ടോ ജ്ഞാനലബ്ധിക്കായിട്ടോ ഒക്കെയാണ് ഈശ്വരനെ സമീപിക്കുന്നത്. അവർ ഭൗതിക വസ്തുക്കളെ വിശ്വസിച്ചും ആശ്രയിച്ചും കഴിയുന്നവരെ അപേക്ഷിക്കുമ്പോൾ ഇവരെല്ലാം ശ്രേഷ്ഠന്മാർ തന്നെയാണ്. പക്ഷേ ജ്ഞാനി ഞാൻ തന്നെയാണ്, എൻ്റെ ആത്മാവ് തന്നെയാണ്. ജ്ഞാനി ഞാൻ രണ്ടും രണ്ടില്ല. ജ്ഞാനി ത്വാത്മൈവ, ജ്ഞാനിയും ഞാനും ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു രാജാവിൻ്റെ മന്ത്രി ഒരു സ്ഥാനമാണ്. മന്ത്രിയുടെ മിത്രം എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ബഹുമാനം, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെക്കാൾ ഒരു ബഹുമാനം കിട്ടും. പക്ഷെ മന്ത്രിയുടെ അത്ര കിട്ടില്ല. രാജാവിൻ്റെ മന്ത്രിക്ക് വേറെ സ്ഥാനമാണ്, മന്ത്രിയുടെ മിത്രത്തിന് വേറെ സ്ഥാനമാണ്. രണ്ടും ഒന്നല്ല. സമൂഹത്തിൽ കുറച്ച് പരിഗണനയൊക്കെ കിട്ടും മന്ത്രിയുടെ മിത്രമാണെന്ന് പറയുമ്പോൾ. പക്ഷെ മന്ത്രിയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ ആർത്തനുണ്ട്, ജിജ്ഞാസുണ്ട്, അർത്ഥാർത്ഥിയുണ്ട്. ഇവരെല്ലാവരും ഈശ്വരഭക്തിയോടെ എന്നെ ആശ്രയിച്ച് കഴിയുന്നു. പക്ഷെ തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനിയാണെങ്കിലോ തൻ്റെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ശരീര മനോബുദ്ധികളിൽ അഭിമാനം എല്ലാം വെടിഞ്ഞ് പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി എന്നിൽ തന്നെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ജ്ഞാനിയെയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമെന്ന് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ജ്ഞാനി എന്നിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണെന്ന് വ്യക്തമാക്കി. അപ്പോൾ മറ്റുള്ളവർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ വിളിക്കാനായിട്ട് സമയം കണ്ടെത്തും, ഭഗവാനോട് ഏറ്റവും അടുക്കും, ഭഗവാന് വേണ്ട കാര്യങ്ങൾ, പൂജകളെല്ലാം, നാമം ജപങ്ങൾ ഇതെല്ലാം ചെയ്യും, നാമം ചൊല്ലുന്നു, പൂജ ചെയ്യുന്നു. പക്ഷേ എന്താണ്, അത് കഴിഞ്ഞാൽ അവരവരുടെ തിരക്കുകളിലേക്ക് വീണ്ടും തിരിയും. ചെറിയ കുട്ടികളാണെങ്കിൽ, അതായത് ഇപ്പോൾ ജനിച്ച മുട്ടുകുത്തി എഴയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മയോട്, പാല് കൊടുക്കുന്ന അമ്മയോട് എന്തായാലും കുട്ടിക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. ഞാനത് കണ്ടിട്ടുമുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും കൈ നീട്ടുന്ന കുട്ടിയെ എടുക്കാൻ, പക്ഷേ അമ്മ കൈ നീട്ടുമ്പോൾ ഒരു പ്രത്യേക ചിരി ചിരിച്ച് അമ്മയുടെ കയ്യിലേക്ക് ചാടുന്നു. മറ്റെല്ലാവരുടെയും കയ്യിലേക്ക് ചിലപ്പോൾ പോയി എന്ന് വരാം,
പക്ഷേ അമ്മ വിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ടാവും, മുഖത്ത് കുറച്ച് സന്തോഷം കൂടുതലുണ്ടാവും. അപ്പോൾ അമ്മയെ കാണാതിരുന്നാലോ ചിലപ്പോൾ കരയും, ചിലപ്പോൾ മറ്റാരെടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. നമ്മൾ പല വസ്തുക്കൾ കാണിച്ചു കൊടുക്കും, പലതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നോക്കും, അതൊന്നും കുട്ടി സമ്മതിക്കില്ല. കുട്ടിക്ക് തൻ്റെ അമ്മയെ തന്നെ കാണണം. അത്രയ്ക്കും അമ്മ അമ്മ അമ്മ. കാരണം എന്താണ്? കുട്ടി അമ്മയുടെ വയറ്റിലായിരുന്നു ഇത്രയും കാലം, അവിടെ നിന്ന് പുറത്ത് വന്നു, അമ്മയുടെ പാല് കുടിക്കുന്നു, എപ്പോഴും അമ്മയുമായിട്ട് അടുത്തിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ജ്ഞാനി. എത്രയോ കാലത്തെ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവരും ആദ്യം എന്തായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ അർത്ഥന്മാരും അർത്ഥാർത്ഥികളും ജിജ്ഞാസുക്കളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പല പല ജന്മങ്ങൾ പിന്നിട്ടിട്ട് ആണ് അവസാനം ഏതവസ്ഥയിലെത്തുന്നത്? ജ്ഞാനികളായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പ്രിയമാവുന്നത്. എല്ലാവരെയും എനിക്കിഷ്ടം തന്നെയാണ്, പക്ഷേ ഇവരെ കൂടുതൽ ഇഷ്ടം ഇതുകൊണ്ടാണ്. അപ്പോൾ ഭക്തന്മാരെപ്പോഴും ഭഗവാന്റെ ഹൃദയത്തിലുണ്ടാവും. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ ഹൃദയത്തിലും ഉണ്ടാവും. എല്ലാം ഞാനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. അതേപോലെ തന്നെ എനിക്കും ഭക്തന്മാരെ ഒരിക്കലും മറക്കാനാവില്ല. ഞാനും ആ ഭക്തന്മാരും തമ്മിൽ ഒരു ഗൂഢമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു വളരെ ഏറ്റവും അടുത്ത ഒരു ബന്ധമുണ്ട്. അവർ സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നിൽ ലയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നിലേക്ക് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് കാരണം. ഇനി അടുത്ത ശ്ലോകത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും തുടരുന്നു. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ. മലയാളം: ജന്മങ്ങളേറെ ചെന്നാലും എന്നെയെങ്ങുമറിഞ്ഞവൻ എന്നെ തന്നെ അണഞ്ഞിടും ഇമ്മഹാത്മാവ് ദുർലഭം. ബഹൂനാം ജന്മനാം അന്തേ. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് അവസാനം സർവവും വാസുദേവൻ തന്നെ എന്ന ബോധം ഉണർന്ന ഒരു യോഗി മാം പ്രപദ്യതേ, എന്നെ തന്നെ പ്രാപിക്കുന്നു. സ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ, വളരെ വിരളമായിരിക്കും. ജ്ഞാനികളെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്കിഷ്ടം എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുകയാണ്, കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സർവം ബ്രഹ്മമയം എന്ന അവസ്ഥയിലാണ് ജ്ഞാനികളിരിക്കുന്നത്. ആ അവസ്ഥ സിദ്ധിക്കുന്നവർ വളരെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ ഇത്രയും കുറച്ച് മാത്രമേ ജ്ഞാനികളുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു ചെറിയ സംശയം നമുക്ക് വരും. അതായത് നമ്മൾ അനേകം ജന്മങ്ങളിലെ യോഗ പരിശീലനം കൊണ്ട് മാത്രമാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത്. അത് അവിടെ എത്തുമ്പോൾ ഈ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ എന്താണ്? ഞാൻ തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നു. അതിനവിടെ എത്തണം. അത് ഒരു ജന്മത്തിലോ 2 ജന്മത്തിലോ 3 ജന്മത്തിലോ നേടുന്നതാവണമെന്നില്ല. പക്ഷേ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ആർത്തഭക്തന്മാർ തന്നെയാണ് ഇവരും. ജ്ഞാനികളും ആദ്യം ആർത്തഭക്തന്മാരായിരുന്നു. പിന്നീട് ഒരു 1, 2, 3 ജന്മങ്ങൾ കഴിയുമ്പോൾ അവർ നല്ല അടുത്ത ജന്മത്തിൽ നല്ല സ്ഥലങ്ങളിൽ ജനിക്കുന്നു. നല്ല അച്ഛനമ്മമാരുടെ കുട്ടിയായിട്ട് ജനിക്കുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ അർത്ഥാർത്ഥികളായിട്ട് മാറും. അപ്പോഴും അവിടെ എന്താണ്? ഭക്തിയുണ്ട്, പക്ഷെ തൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ്. ഇനിയും ജന്മങ്ങൾ കഴിയുന്നു. പിന്നീട് എത്രയോ ജന്മം കഴിഞ്ഞതിന് ശേഷം അവർ ജിജ്ഞാസുവായി മാറുന്നു. വീണ്ടും ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്തെത്തുന്നത്? ജ്ഞാനിയായിട്ടും മാറാം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് വളരെ ദുർലഭമാണ്. അങ്ങനെയുള്ളവർ വളരെ ദുർലഭമാണ്. അപ്പോൾ മനുഷ്യരുടെ പലതരം മനുഷ്യന്മാരുണ്ടല്ലോ. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ധാരാളം വികാസം നേടിയവരുണ്ടാവാം, പക്ഷേ അധികം ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർ എല്ലാം ഈ സത്യാന്വേഷണത്തിലും ശാസ്ത്ര പഠനത്തിലും തൽപരരാണ്, മറ്റു ചിലർ അല്ല.
അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ചിലർ വളരെ ഉന്നതിയിലെത്തുന്നു, മറ്റു ചിലർ എത്തുന്നില്ല. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ജ്ഞാനം നേടി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കുറേ ജ്ഞാനം നേടി അവരതൊഴിച്ച് നിർത്തുന്നു. അത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ, ഈ അധ്യായത്തിൽ തന്നെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു ജ്ഞാനവിജ്ഞാന യോഗമാണല്ലോ. അപ്പം ജ്ഞാനം നേടിയിട്ട് കാര്യമില്ല, അത് അനുഭവത്തിലും കൂടെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരുന്നവർ വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേടിയ ജ്ഞാനത്തിനനുസരിച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ഈ വിജ്ഞാനം കൂടെ അനുഭവിക്കണം. അങ്ങനെയുള്ളവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. കുറേ ജന്മങ്ങൾ ഇതിന് വേണ്ടി വരില്ലേ എന്നുള്ള സംശയമൊന്നും വേണ്ട. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ സാധിച്ചു എന്നും വരാം. നമ്മളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനം നേടുന്നു, അത് വിജ്ഞാനമാക്കിയിട്ട് മാറ്റുന്നു. അങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്താണ്, ആത്മസാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് ലക്ഷ്യം നേടാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, പരീക്ഷയ്ക്ക് ഇന്നത് നേടുക, അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് നേടുക, അല്ലെങ്കിൽ റാങ്ക് നേടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അവിടെ പിന്നെ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ചലിക്കാതെ, അല്ലെങ്കിൽ വീട്ടിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ ഒരു കുട്ടി തൻ്റെ മുഴുവൻ സമയവും തന്നെ പറയാം, അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കി സമയം മുഴുവനായിട്ടും അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും എന്താണ് എൻ്റെ ലക്ഷ്യം എന്നത് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അപ്പം നമുക്ക് ലക്ഷ്യം നേടാനായിട്ട് സാധിക്കും. ഇനി 20ാമത്തെ ശ്ലോകം. കാമൈഹി തൈഹി തൈഹി ഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തം നിയമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ. മലയാളം. അതാതു കാമപൂർത്തിക്കായി അവിവേകവശം വദർ പ്രകൃതിക്കൊത്താചരിക്കെ ആശ്രയിക്കുന്നു ദേവരെ. തൈഹി തൈഹി കാമൈഹി. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ കാരണം ഹൃതജ്ഞാനാഹ, ജ്ഞാനം നഷ്ടപ്പെട്ടവർ, സ്വയം പ്രകൃത്യ നിയതാഹ, സ്വന്തം വാസനയാൽ പ്രേരിതരായിട്ട്, തം തം നിയമം ആസ്ഥായ, അതാത് നിയമം അനുസരിച്ച്, അന്യദേവതാഹ പ്രപദ്യന്തി, മറ്റുള്ള ദേവതകളെ ആശ്രയിക്കുന്നു. ഇപ്പോൾ സർവം ബ്രഹ്മമയം എന്നുള്ള തത്വം ജ്ഞാനികളെപ്പോലെ മറ്റുള്ളവരെന്തുകൊണ്ടാണ് അറിയാത്തത് എന്ന് വിശദീകരിക്കുകയാണ് ഈ പദ്യത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും, പ്രപഞ്ചം മുഴുവനും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവിടെ വന്നിട്ടില്ല. ജ്ഞാനിക്കത് മനസ്സിലായിട്ടുണ്ട്, എല്ലാം വാസുദേവമയമാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ അവർ ഇഷ്ടപ്പെട്ടവരായതെന്ന് പറഞ്ഞു. ഈ സത്യം എല്ലാവരും അറിയാത്തതിന് കാരണം, നമ്മൾ സാധാരണയായിട്ട് ലൗകികന്മാർക്ക് നമ്മൾ ധാരാളം മൂർത്തികളെ നമ്മളുടെ ഇഷ്ടദൈവങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശ്രീരാമൻ്റെ കഥ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീരാമാവതാരത്തിൽ ശ്രീരാമസ്വാമിയായിട്ടാണ് നമ്മൾ കാണുന്നത്. സീതയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കാട്ടിൽ അലഞ്ഞ് നടക്കുന്നു. എല്ലാം നമ്മൾക്ക് അത് കാണിച്ചു തരാണ്, ഓരോ ജീവിതം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാനാണ്. ഒടുവിൽ രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുക്കുന്നു. അതേസമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എടുക്കുമ്പോൾ, ദശാവതാരങ്ങൾ ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കൃഷ്ണൻ്റെ അവതാരം എടുക്കുമ്പോൾ അവിടെ അമ്മമാർക്ക് കണ്ണൻ്റെ ബാലലീലകൾ, അല്ലെങ്കിൽ കണ്ണൻ്റെ ആ ചെറുപ്പകാലത്തെ ഓരോ കളികളുമാണ് ഇഷ്ടം ചിലപ്പോൾ തോന്നുക. നമ്മൾ അങ്ങനെയാണ് കണ്ണനെ കാണുക, നല്ലൊരു ഉണ്ണിക്കണ്ണനായിട്ട് കാണാം. മറ്റു ചിലരെ ഗോപികത്തിലായിരിക്കും നോക്കുന്നത്. ഗോപന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ ഗോപകുമാരന്മാരാണെങ്കിൽ ഉറ്റ സുഹൃത്തായിട്ട്, ചങ്ങാതിയായിട്ട്, തങ്ങളുടെ കൂടെ കളിക്കുന്ന, തങ്ങളോട് തമാശകൾ പങ്കുവയ്ക്കുന്ന ഒരു ഉറ്റ ചങ്ങാതിയായിട്ടാണ് കാണുന്നത്. മറ്റു ചിലരെ ഭഗവാനെ തൻ്റെ ഭർത്താവായി തന്നെ കരുതുന്നു. ഇനി ഭഗവത്ഗീത എത്തുമ്പോഴോ ധർമ്മം ഉപദേശിക്കുന്ന ഒരു ഗുരുവായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇതെല്ലാം ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഒരേ ഭഗവാൻ തന്നെ പലർക്കും പലതായിട്ടാണ് തോന്നുന്നത്.
അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ആ രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത്. അപ്പോൾ ഇഷ്ടദൈവത്തെ ഉപാസിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. പക്ഷേ എന്താണ്, നമ്മൾ നിറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എൻ്റെ തന്നെ വിവിധ രൂപങ്ങളായിട്ടുള്ള പല ഉപാസനാ ദൈവങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. സത്യത്തിലെല്ലാം ഞാൻ തന്നെയാണ്. അപ്പം നമ്മളും മനുഷ്യരിലും എന്തുണ്ട്, സത്വഗുണം നിറഞ്ഞവരുണ്ട്, രജോ ഗുണം നിറഞ്ഞവരുണ്ട്, തമോ ഗുണം നിറഞ്ഞവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്രതങ്ങൾ അവരെടുക്കുന്നു. അങ്ങനെ അതിലെ ദൈവങ്ങളിലും അങ്ങനെയുണ്ട്. ഭഗവാന്മാരിൽ ഭഗവതി, സാധാരണ അങ്ങനെയുള്ള കാളി, ഭദ്രകാളി, അങ്ങനെയുള്ള ദേവതകൾ, അതല്ലെങ്കിൽ ഗണപതി, അതല്ലെങ്കിൽ സരസ്വതി, മഹാവിഷ്ണു, ഇതെല്ലാം ചിലർ തമോ ഗുണം നിറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്നു. തമോ ഗുണം ഉള്ളവരാണ്, മറ്റു ചിലർ രജോ ഗുണമുള്ളവരാണ്, മറ്റു ചിലർ സത്വഗുണം നിറഞ്ഞവരാണ്. അപ്പം മറ്റ് 2 ഗുണങ്ങളുമുള്ളവർ പെട്ടെന്ന് തന്നെ പ്രസാദിക്കും, പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചിലപ്പോൾ അല്ലെങ്കിൽ ഫലങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷേ മഹാവിഷ്ണു, സരസ്വതി, അങ്ങനെ സത്വഗുണം നിറഞ്ഞവരെ നമ്മളിലുള്ള, നാരായണീയത്തിലും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിലുള്ള കറകൾ മുഴുവൻ നീക്കി നമ്മളുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയറാക്കിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ആഗ്രഹ സാഫല്യങ്ങൾ നേടിത്തരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തന്നെ പല പല രീതിയിലാണല്ലോ ഭഗവാനെ ഉപാസിക്കുന്നത്. അതാണ് എല്ലാവരും എന്നെ മനസ്സിലാക്കാത്ത, അതുകൊണ്ടാണ്. അവരവരുടെ കാര്യസാധ്യക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്നെ ഉപാസിക്കുന്നത്. അപ്പോൾ ചിന്തകൾ, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതിനനുസരിച്ചാണ് അത്രയും നമ്മുടെ ചിന്തകളൊക്കെ രൂപം കൊള്ളുന്നത്. ശരിക്കും ഇതിന് ശക്തി കിട്ടുന്നത് നമ്മളുടെ ആത്മാവിൽ നിന്നുമാണ്. ഇതിനെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു. 20 വരെയാണ് വായിച്ചത്.